ഡൽഹിയിൽ നിന്ന് മറ്റൊരു അപ്ഡേറ്റ്സ് വരുന്നത് സംഘർഷം നീളാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഭാരതീയരെ ഒഴിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇവിടങ്ങളിലെ ഹൈക്കമ്മീഷനുകളുമായി കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുന്നു. ഒഴിപ്പിക്കൽ ഉടൻ ഉണ്ടാകും എന്നാണ് സൂചന. എസ് ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഇത്തരത്തിലുള്ള വിവിധ യുദ്ധമുഖങ്ങളിൽ നിന്നും ഈ സർക്കാർ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ആയിരക്കണക്കിന് ഭാരതീയരെ തിരിച്ച് എത്തിച്ചിട്ടുണ്ട്. അത് യുക്രൈനിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്, ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷനുകൾ കഴിഞ്ഞ 10 വർഷമായി ഭാരതം തുടർച്ചയായി നടത്തുന്നതാണ്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നുമൊക്കെ ഭാരതീയരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുമെന്നാണ് ഉടൻ. ഗൗതം, കഴിഞ്ഞ ദിവസം ഈ യുദ്ധം പൊട്ടിപ്പോൾ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ ആളുകൾക്കും നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറാനും വീടിന് പുറത്തിറങ്ങരുത് എന്നുമുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് ടെഹ്റാനിലെയും ടെല്ലവീവിലെയും ഒക്കെ തന്നെ നമ്മുടെ എംബസികൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നൽകുകയുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യത ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി രാജ്യത്തേക്ക് എത്തിക്കാനുള്ള നീക്കം ഇപ്പോൾ ഉള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവിടെ വല്ലാത്ത സാഹചര്യമാണുള്ളത്. സ്ഥിതിഗതികൾ സങ്കീർണമാണ്. ഈ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും അവശേഷിക്കുന്ന ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഗൗതം ചൂണ്ടിക്കാണിച്ചതുപോലെ മുൻകാലങ്ങളിൽ പല യുദ്ധമുഖത്തു നിന്നും ഇന്ത്യയുടെ പൗരന്മാരെ ഇവിടെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം പ്രധാനമന്ത്രി കാര്യങ്ങൾ മുഴുവൻ എംബസി അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലേക്ക് ആളുകളെ സ്ഥിതിഗതികൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് ആളുകളെ മാറ്റുന്നതിനുള്ള ഒരു നീക്കവും ഈ ഘട്ടത്തിൽ നടക്കുന്നു. അതിന് വൈകാതെ തന്നെ ആ രക്ഷാദൌത്യത്തിന് പേര് പ്രഖ്യാപിച്ച് അത് ആരംഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ ശ്രീകാന്ത്, എന്തായാലും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ ഇസ്രായേൽ അതോടൊപ്പം തന്നെ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഭാരതീയരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക. അത് ഇറാൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ UAE-യിലേക്ക് സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഭാരതീയരെ വളരെ സുരക്ഷിതമായി തന്നെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മുൻപും ഇത്തരം വലിയ സംഘർഷങ്ങളുണ്ടായ പല നാട്ടിൽ നിന്നും ഭാരതത്തിലേക്ക് മലയാളികളെ ഉൾപ്പെടെ ഈ സർക്കാർ എത്തിച്ചിട്ടുണ്ട് എന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും അത്തരം സാഹചര്യം രൂപപ്പെടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഭാരതീയരെ തിരിച്ച് സുരക്ഷിതമായി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. റെസ്ക്യൂ ഓപ്പറേഷൻ സംബന്ധിച്ചുള്ള ആലോചനകൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്.